ഹലോ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. 21st സെഞ്ചുറി സ്കിൽസ്. നമുക്കറിയാം, ലോകം വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ പോലല്ല, വളരെ വേഗതയിലാണ് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു വേഗതയോട് അഡാപ്റ്റ് ആവാൻ പലപ്പോഴും നമുക്ക് കുറച്ച് സമയം പിടിക്കാറുണ്ട്. ഈ ഒരു കാലത്ത് ഈ ഒരു വേഗതയുടെ കൂടെ സഞ്ചരിക്കണമെങ്കിൽ, ഈ ഒരു വേഗതയോട് കൂടി നമ്മൾ അഡാപ്റ്റ് ആവണമെങ്കിൽ നമ്മൾക്ക് എന്തെല്ലാം സ്കില്ലുകൾ വേണം എന്നുള്ളതാണ് ഈ ഒരു വെബിനാറിൽ കാര്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. കാണുന്നുണ്ടോ? This call is now being recorded. Yes. Okay, great. Twenty-first century skills. What are the 21st century skills? എന്തെല്ലാമാണ് 21st സെഞ്ചുറിയിലെ സ്കില്ലുകൾ എന്നുള്ളത്? 4 C's ആണ്. 4 Cകളാണ് പ്രധാനമായിട്ടും 21st സെഞ്ചുറിയിലെ സ്കില്ലുകളായിട്ടുള്ളത്. 1 ക്രിയേറ്റിവിറ്റി, 2 ക്രിറ്റിക്കൽ തിങ്കിങ്, 3 കമ്മ്യൂണിക്കേഷൻ, 4 കൊളാബറേഷൻ. ഇപ്പൊ 4 C's എന്നുള്ള ഒറ്റ ഉത്തരം കൊടുക്കാൻ പറ്റും നമ്മൾ എന്താണ് 21st സെഞ്ചുറിയിലെ പ്രധാനപ്പെട്ട സ്കില്ലുകൾ എന്നുള്ള ചോദ്യത്തിന്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്താണ്? ഈ ഒരു കഴിവുകൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, സ്കില്ലുകൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അത് ഏതെല്ലാം രീതിയിലാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്, എന്തുകൊണ്ടാണ് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വെബിനാറിൽ നമുക്ക് സംസാരിക്കാനുള്ളത്, ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ ഇതിന്റെ ആദ്യാന്തം നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ ഒരു 21st സെഞ്ചുറി സ്കിൽസ്? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്തുകൊണ്ടാണ് ഈ 4 സ്കില്ലുകൾക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നത്? നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാട്ടോ. എന്തുകൊണ്ടാണ് ഈ 4 സ്കില്ലുകൾക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ 21st സെഞ്ചുറി സ്കില്ലുകളായിട്ട് ഈ 4 സ്കില്ലുകൾ എന്തുകൊണ്ടാണ് നാം എണ്ണുന്നത്? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അതെ, വേൾഡ് വളരെ കോമ്പറ്റീറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്കില്ലുകൾ നമുക്ക് വേണം കോമ്പറ്റീറ്റീവ് ആയിട്ട് വേൾഡിന്റെ കൂടെ സഞ്ചരിക്കാൻ. ഓക്കെ, ഗ്രേറ്റ് തമീസ ഷംലി. ഓക്കെ, അതിനാണ് ഇതിന്റെ ഉത്തരം. വളരെ കോമ്പറ്റീവ് ആയിട്ടുള്ള ഈ കാലത്ത്, വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത്, വിശേഷ AI അല്ലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലത്ത് ഈ 4 സ്കില്ലുകൾ വേണം ശരിക്കും നമുക്ക് സർവൈവ് ചെയ്യാൻ എന്നുള്ളതാണ്. ക്രിറ്റിക്കൽ തിങ്കിങ്. നമുക്ക് ഇൻഫർമേഷൻ ഒരുപാട് ലഭിക്കുന്നുണ്ട്. ഗൂഗിളിനോട് ചോദിച്ചാലും, ChatGPTയോട് ചോദിച്ചാലും, അതിൽ ഗൂഗിളിലെ ജെമിനിയോട് ചോദിച്ചാലും, മെറ്റയോട് ചോദിച്ചാലും, അങ്ങനെ എങ്ങനെ നമ്മൾ സെർച്ച് ചെയ്താലും എവിടെ ചോദിച്ചാലും നമുക്ക് ഇൻഫർമേഷൻ ലോകത്ത് ഒരുപാട്. നമ്മുടെ മക്കൾക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്താൽ മതി, ഫോട്ടോ എടുത്ത് നേരെ അപ്ലോഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്താൽ മതി, കൃത്യമായിട്ടുള്ള ആൻസറുകൾ അതിന് കിട്ടും. പക്ഷെ ഇങ്ങനെ ഒരുപാട് ആൻസറുകൾ കിട്ടും. ഇതിൽ ഏത് ആൻസർ ആണ് ശരി? ഒരുപാട് ഇൻഫർമേഷൻസ് ലഭിക്കും. ഇതിൽ ഏത് ആൻസർ ആണ് ശരി? ഇത് ചിന്തിക്കണമെങ്കിൽ ക്രിറ്റിക്കൽ തിങ്കിങ് അത്യാവശ്യമാണ്. ഡാറ്റ ഒരുപാട് അവൈലബിൾ ആണ്. ഇതിൽ ഏതാണ് ശരി, ഇതിൽ ഏതാണ് ഓതന്റിക്, ഇത് ഏതാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാം എന്നതിന് നമുക്ക് ക്രിറ്റിക്കൽ തിങ്കിങ് ആവശ്യമാണ്. നമ്മൾ വർക്ക് സ്പേസിൽ AI യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരുപാട് സംഗതികൾ ഈ കാലത്ത് നടക്കുന്നത്. ടീച്ചിങ് ആണെങ്കിലും നമ്മുടെ ഏത് ജോബ് ആണെന്നുണ്ടെങ്കിലും AIയുടെ സഹായം നമ്മൾ തേടുന്നുണ്ട്. അപ്പൊ അത് ശരിയാണോ അല്ലയോ, ഇത് നമുക്ക് ഡിപ്പെൻഡബിൾ ആണോ അല്ലയോ, ഇത് എത്തിക്കലാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ ക്രിറ്റിക്കൽ തിങ്കിങ് നമുക്ക് അതിലേക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ ഒരു വേൾഡിൽ നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിലും, എത്തിക്കലാവണമെങ്കിലും, നമ്മളുടെ ഡെസിഷൻസ് എല്ലാം ശരിയാവണമെങ്കിലും, പ്രോബ്ലം സോൾവിങ് ശരിയാവണമെങ്കിലും ക്രിറ്റിക്കൽ തിങ്കിങ് എന്നുള്ളൊരു സ്കില്ല് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്നതിന് ഈ ഒരു സ്കില്ല് നമ്മൾ എണ്ണുന്നത്. അതുപോലെ മറ്റൊന്നാണ് ക്രിയേറ്റിവിറ്റി. ഒരു കാലത്ത് പുസ്തകം കണ്ടുപിടിച്ച സമയത്ത്, പിന്നെ പ്രിന്റിംഗ് പ്രസ് കണ്ടെത്തിയ സമയത്ത് ആളുകളൊക്കെ പറഞ്ഞിരുന്നു ഇനി ബിബ്ലിയോമാനിയ എന്നുള്ളൊരു അസുഖം വരും. ആളുകളൊക്കെ പുസ്തകത്തിൽ ചടഞ്ഞിരിക്കുന്ന ഒരു സമയം വരും. കാരണം എല്ലാവരും ഈ പുസ്തകം വായിക്കാൻ പോവാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടില് പുസ്തകത്തിൽ ചടഞ്ഞിരിക്കും. ആരും ഇനി പുറത്തു പോയിട്ട് കുട്ടികളുടെ കൂടെ കളിക്കുക, അങ്ങനെ സോഷ്യൽ സ്കിൽസ് ഒന്നും കുട്ടികൾക്ക് ലഭിക്കൂല എന്നുള്ള ഒരു പറച്ചിലുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. ഒന്നും കൂടി ആളുകൾ ക്രിയേറ്റീവ് ആയിട്ട് മാറുക ചെയ്തത്. ഒരുപാട് ആളുകൾ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി. ഒരുപാട് നോവലുകൾ വന്നു, കഥകൾ വന്നു, കവിതകൾ വന്നു, ലേഖനങ്ങൾ വന്നു, പഠനങ്ങൾ വന്നു. അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള ആർട്ടുകൾ അതിലൂടെ രൂപപ്പെട്ടു എന്നുള്ളതാണ്. എന്ന് പറയുന്നത് പോലെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്ന സമയത്ത് ആളുകളുടെ പേടി, ഇനി ആളുകൾക്കൊന്നും ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല, കാരണം എല്ലാം AI ചെയ്യുന്നുണ്ടല്ലോ,
അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല, ഒക്കെ AI ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ പലപ്പോഴും നമുക്കൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു കാലത്ത് നമുക്ക് സാധ്യതകളും അവസരങ്ങളും കൂടെ ചെയ്യുന്നത്, ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലത്ത് ഒരുപാട് മെഷീനറീസും മറ്റൊരുപാട് സംഭവങ്ങൾ വന്നല്ലോ. ഈ ഒരു സമയത്ത് മനുഷ്യന്മാരുടെ ക്രിയേറ്റിവിറ്റി അസ്തമിക്കോ എന്ന് മനുഷ്യന്മാർ പേടിച്ചുപോയി. പക്ഷെ ക്രിയേറ്റിവിറ്റി അസ്തമിക്കല്ലേ ചെയ്തത്. മെഷീനറീസ് വന്നാലും ആ മെഷീനറീസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ക്രിയേറ്റിവിറ്റിയിലേക്ക് ആളുകൾ ആലോചിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ പ്രവർത്തനങ്ങളൊക്കെ മെഷീനറീസ് ചെയ്തോളും, ആ മെഷീനറീസ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിലേക്ക് ക്രിയേറ്റിവിറ്റി മാറി. ഇപ്പോൾ AI വന്നതോടെ തന്നെ ഇനി നമുക്ക് പ്രവർത്തനങ്ങൾക്ക് AI ചെയ്തോളും. AIയുടെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, AIക്ക് നമുക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, എങ്ങനെ കൃത്യമായിട്ടുള്ള പ്രോംപ്റ്റുകൾ കൊടുക്കാൻ പറ്റും, ആ പ്രോംപ്റ്റുകളെ എങ്ങനെ ക്രിയേറ്റീവ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് പുതിയ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്രിയേറ്റിവിറ്റി. അതുകൊണ്ട് ക്രിയേറ്റിവിറ്റി എന്നുള്ളതും പ്രധാനമാണ്. മറ്റൊന്നാണ് കൊളാബറേഷൻ എന്നുള്ളത്. ആളുകളൊക്കെ വിശിഷ്യ പോസ്റ്റ് കോവിഡ് ആയിട്ട് വീട്ടിലിരിക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ വീട്ടിലിരുന്നാൽ തന്നെ എല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചിന്താഗതിയാണ്. ഈവൻ പഠനങ്ങൾ പോലും അങ്ങനെ സംഭവിക്കും അല്ലെ. പഠനം പോലും വീട്ടിൽ ഇരുന്നിട്ട് ഹോം ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് അല്ലെങ്കിൽ സ്കൂളിംഗ് എന്നുള്ള സിസ്റ്റത്തിലേക്ക് ഒരുപാട് ആളുകൾ മാറി. അപ്പൊ ഈ ഒരു കാലത്ത് കൊളാബറേഷൻ എന്നുള്ളത് അത്യാവശ്യമാണ്. കാരണം ആളുകളുടെ ഇമോഷൻസ്, അപ്പൊ ഇമോഷൻസിലെ സ്ട്രെസ് കുറക്കാന്, അതുപോലെ ഇമോഷണൽ ബാലൻസിന് വേണ്ടി, അതുപോലെ മറ്റുള്ളവരുടെ സ്കില്ലുകൾ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട്, ഐഡിയകൾ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട്, ഹാർമോണിയസ് ആവാനും വേണ്ടിയിട്ട്, സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, ഹാപ്പി ആവാനും വേണ്ടിയിട്ട് എല്ലാത്തിനും കൊളാബറേഷൻ അത്യാവശ്യമാണ്. മാത്രമല്ല സ്കില്ലുകളെ ബൂസ്റ്റ് ചെയ്യാനും. അതുകൊണ്ട് കൊളാബറേഷൻ എന്നുള്ളതും ഒരു 21st സെഞ്ചുറിയിലെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. മറ്റൊന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വെറും സംസാരം മാത്രമല്ലല്ലോ. നമുക്കൊരു കാര്യം മറ്റുള്ളവരോട് പറയണമെന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ മെയിൽ ചെയ്യാം, അതല്ലെങ്കിൽ വാട്സപ്പ് ടെക്സ്റ്റ് ചെയ്യാം, മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ എഴുതിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പറയാം, അതല്ലെങ്കിൽ വീഡിയോ ആയിട്ട് നമുക്ക് വിഷ്വലായിട്ട് നമുക്ക് അവരോട് പറയാം. വോയിസ് മാത്രമല്ല വിഷ്വലായിട്ട് പറയാം, ചിലത് വോയിസ് മാത്രം മതിയാവും. അങ്ങനെ പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ മാർഗങ്ങളും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ ഓരോ മീഡിയങ്ങൾ ഉപയോഗിച്ചിട്ടും നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം സുതാര്യമാക്കാനും സുന്ദരവുമാക്കാനും പറ്റും എന്നത് പുതിയ കാലത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം പഴയ പോലെ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പഴയ കാലത്തേക്കാളും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. രണ്ടും പറയാം. പഴയ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ആളുകൾ പരസ്പരം നേരിട്ട് കാണൽ കുറവാണ്, കൂടൽ കുറവാണ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്ന് പറയാം. പഴയ കാലത്തേക്കാൾ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും AI നമ്മളുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പത്രദ്വാര, അതുപോലെ ടെക്സ്റ്റുകളായിട്ട്, മെസ്സേജുകളായിട്ട്, SMS-കളായിട്ട്, ഇമെയിലുകളായിട്ട്, ഇമെയിൽ ടെംപ്ലേറ്റുകളായിട്ട്, പോഡ്കാസ്റ്റുകളായിട്ട്, ഇങ്ങനെ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ വളരെ മനോഹരവും സുന്ദരവും നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം മറ്റുള്ളവരിലേക്കും എങ്ങനെ എത്തിക്കാം. അപ്പൊ ഇത് 4 മേഖലയിൽ, പ്രത്യേകിച്ച് 3 മേഖലയിൽ നമുക്ക് അത്യാവശ്യമാണ്. എഡ്യൂക്കേഷൻ, വർക്ക് സ്പേസ്, റിലേഷൻഷിപ്പ്. നമുക്കറിയാം ഇതിൽ ഒരുപാട് അധ്യാപകന്മാരുണ്ടാവും, പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും, എല്ലാവരും ജോലി ചെയ്യുന്ന ആളുകളാണ്, നമ്മളൊക്കെ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളാണ്. ഈ 3 ലെവലിലും ഈ 4 സ്കില്ലും പുതിയ കാലത്ത് കോമ്പീറ്റ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യമാണ്. എഡ്യൂക്കേഷൻ എന്നുള്ള ലെവലില് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ക്രിയേറ്റിവിറ്റി, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ, കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിലുള്ള ക്രിയേറ്റിവിറ്റീസ്. അപ്പൊ നമുക്ക് വിഷ്വൽ VR-കളുണ്ട്, AR-കളുണ്ട്, AI സംവിധാനങ്ങളുണ്ട്, പുതിയ രീതികളും ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പഴയ കാലത്തെ പോലെ വെറും ബോർഡും ചോക്കും അതല്ലെങ്കിൽ മറ്റു അത് ഉപകരണങ്ങൾ മാത്രമല്ലല്ലോ, പുതിയ ഒരുപാട് സംവിധാനങ്ങളും സൗകര്യങ്ങളുണ്ട്. അതിലൂടെ നമുക്ക് മക്കളെ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം, അതാണ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്. അപ്പൊ ടീച്ചിങ്ങിനും ഈ ഒരു സംഗതി വേണം, ലേണിങ്ങിനും വേണം, അതിന്റെ മെറ്റീരിയൽസിലും എന്ത് വേണം, ഈ ക്രിയേറ്റിവിറ്റി വേണം, അതുപോലെ കൊളാബറേഷൻസ് വേണം പറയാം. അതുപോലെ വർക്ക് സ്പേസ്, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ കൊളാബറേഷൻ അത്യാവശ്യമാണ്. കാരണം ഓരോ പ്രൊജക്ടുകളും ഓരോരുത്തരും സ്പെസിഫൈഡ് ആയിരിക്കും സ്കില്ലുകളിൽ. പഴയ പോലെ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് അങ്ങ് പഠിച്ചു പോകുന്നില്ല, മറിച്ച് അവരുടെ ജോബ് ഓറിയന്റഡ് ആയിട്ടാണ് പല ആളുകളും കോഴ്സുകളൊക്കെ ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് ജോലി കിട്ടും. +2 കഴിഞ്ഞാൽ പല ആളുകളും അവരുടെ ഒരു ഏരിയ വൈസ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യും, പെട്ടെന്ന് ജോലി ലഭിക്കും, ജോലിയിലേക്ക് കയറും. അപ്പൊ മറ്റുള്ളവർക്ക് ഒരു ഹൈലി അക്കാഡമിക് ആയി വരുന്ന സമയത്തേക്കും ഇവര് പഠിച്ച് ഇവര് ഒന്നും കൂടി സെറ്റിൽ ആയിട്ടുണ്ടാവും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടാവും. ആ ഒരു ട്രെൻഡ് ഇപ്പോൾ ആളുകളുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിശിഷ്യ MNC-കളൊക്കെ ഹയർ ചെയ്യുമ്പോഴും അവർക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല ആവശ്യം, അവർക്ക് സ്കില്ലാണ് ആവശ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രെൻഡ് വരുന്നുണ്ട്. അപ്പൊ വർക്ക് സ്പേസിൽ കൊളാബറേഷൻ എന്നുള്ളത് അത്യാവശ്യമാണ്. നമുക്കറിയാം അസംബ്ലി ലൈൻ തിയറി ഒക്കെ അറിയാം, വലിയൊരു മാറ്റം സൃഷ്ടിച്ച ഫോബ്സിന്റെ വലിയൊരു സാധനമാണ് അസംബ്ലി ലൈൻ തിയറി എന്നൊക്കെ പറയുന്നത്. അപ്പൊ വർക്ക് സ്പേസിൽ കൊളാബറേഷൻ കൊണ്ട് ഒരുപാട് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. ക്രിയേറ്റിവിറ്റി കൊണ്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. മനസ്സിലായോ? കമ്മ്യൂണിക്കേഷനോട് ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ലീഡർഷിപ്പും അവരുടെ ഇടയിൽ ഹാർമോണിയസും അവരുടെ ഹാപ്പി ആയിട്ടും ജോലികൾ ചെയ്യാൻ പറ്റും, ഐഡിയകൾ ലഭിക്കും, ഐഡിയ ജനറേഷനും മറ്റു കാര്യങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, പാരന്റിംഗിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. പഴയ കാലത്തുള്ള പാരന്റിംഗ് പോലെ അല്ല ഇപ്പൊ. അപ്പൊ നമ്മളൊക്കെ പറയും റീൽസ് മക്കൾക്ക് കാണിച്ചു കൊടുക്കരുത്, അല്ലെങ്കിൽ ഷോർട്സ് കാണിച്ചു കൊടുക്കരുത്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ അനുവദിക്കരുത്, അങ്ങനൊന്നും പറയരുത്.
ആ ഒരു ശൈലിയല്ല നമ്മളിപ്പോ സ്വീകരിക്കേണ്ടത്. നേരെ മറിച്ച് ഇത് കൺസ്ട്രക്റ്റീവ് ആയിട്ട് മക്കൾക്ക് ഇത് കാണിച്ചു കൊടുക്കണം. കൺസ്ട്രക്റ്റീവ് ആയിട്ട് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അതിലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. എങ്ങനെ കാണിച്ചു കൊടുക്കണം, എങ്ങനെ പാരന്റിങ് നടത്തണം, പുതിയ കാലത്ത് എങ്ങനെ പാരന്റിങ് നടത്തണം, ഈ കുട്ടികളെ പഠിപ്പിക്കണം, ശീലിപ്പിക്കണം. ചെറുപ്പം മുതലേ അവരുടെ ആ ഒരു കാലത്തോടെ അവർ കോപ്പപ്പ് ചെയ്യണം. അപ്പൊ അതിലുള്ള ക്രിയേറ്റിവിറ്റീസ്, അതിനുവേണ്ടി നമ്മൾ കൊളാബറേറ്റ് ചെയ്യണം മക്കളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ കൊളാബറേഷൻ ചെയ്യിപ്പിക്കണം, അവരുടെ സ്കില്ല് ബൂസ്റ്റ് ചെയ്യാനും വേണ്ടി, അവരുടെ ടാലന്റിനെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, അങ്ങനെ അത് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട്, നെറ്റ്വർക്ക് നന്നായിട്ട് ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട്. അങ്ങനെ ഈ 3 മേഖലയിലാണ് പ്രധാനമായിട്ടും ഈ 3 സീസൺ നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന് എഡ്യൂക്കേഷൻ, അവിടെ ടീച്ചിങ്ങിൽ വേണം, ലേണിംഗിൽ വേണം. വർക്ക് സ്പേസ്, അതിന്റെ എല്ലാ രീതിയിലും നമുക്ക് ആ ഒരു വർക്ക് സ്പേസിൽ ഈ 4 നമുക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ റിലേഷൻഷിപ്പ്, അത് പാരന്റിങ് ആണെങ്കിലും അതുപോലെ മാരിറ്റൽ ആണെങ്കിലും ഈ ഒരു സംഗതി ആവശ്യമാണ്. കാരണം കൊളാബറേഷൻ എന്നുള്ളത് ഈ കാലത്ത് കുറയാണ്. മാരിറ്റൽ ലൈഫിൽ കൊളാബറേഷൻ കുറയുന്നു. അതുകൊണ്ട് ഷെയർഡ് എക്സ്പീരിയൻസ് കുറയുന്നു, ഹാപ്പിനെസ് കുറയുന്നു, സാറ്റിസ്ഫാക്ഷൻ കുറയുന്നു, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൂടുന്നു, ഡിവോഴ്സ് റേറ്റ് കൂടുന്നു. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇത് കാരണത്താലുണ്ട്. ക്രിയേറ്റിവിറ്റി, അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ക്രിയേറ്റിവിറ്റീസ് കുറയുന്നു, അതിന്റെ ആക്ടിവിറ്റീസ് കുറയുന്നു, കമ്മ്യൂണിക്കേഷൻ കുറയുന്നു. അപ്പൊ ഈ ഓരോ സംഗതികളും ഒരു മിനിറ്റ് ഇട്ടാ, നമ്മളെ കുറച്ച് ഓഡിയൻസിനെ പിന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നിങ്ങൾ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യും. ഒരു മിനിറ്റ്. ഓക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓഡിബിൾ ആണല്ലോ അല്ലെ? ഓക്കെ ആണ്. ഗ്രേറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരു 3 മേഖലകളിലും നമുക്ക് ഈ ഒരു സംഗതി ആവശ്യമാണെന്നുള്ളതാണ്. ഇപ്പൊ ഇതിലുള്ള ഫോട്ടോസ് നിങ്ങൾ നോക്കൂ. ഇതില് ഞാനിപ്പോ മൗസ് കൊണ്ട് നോട്ട് ചെയ്ത ഒരു സംഗതി, ഇത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? ഈ ഒരു ചിത്രം ഏത് ഏരിയയാണ് സൂചിപ്പിക്കുന്നത്? ആരെങ്കിലും ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? ഓക്കെ, റിലേഷൻഷിപ്പ്. ഗ്രേറ്റ്. ഓക്കെ, ഇത് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. റിലേഷൻഷിപ്പ് അല്ലെ? അപ്പൊ ഇത് 2 പിന്നുകളാണ് അല്ലെ? ഈ 2 പിന്നുകളെ ഒരു ക്രിയേറ്റീവ് ആയിട്ട് സാധനം യൂസ് ചെയ്തു എന്നുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്തു. അപ്പൊ നിലവിലുള്ള ഒരു സംഗതിയാണ്, പക്ഷെ ആ ഉള്ളൊരു സംഗതിയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റി. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് പറയാം, എങ്ങനെ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാം. ഇതെന്തിനെ സൂചിപ്പിക്കുന്നതാ? ഈ ഒരു ചിത്രം ടെക്സ്റ്റ് ചെയ്യാമോ? ഓക്കെ, ഗ്രേറ്റ്. എഡ്യൂക്കേഷൻ എവിടെ എഴുതിയിട്ടുണ്ടല്ലോ, എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊരു വാതിലാണ് അല്ലെ? ഒരു വാതില്, ഇതൊരു ലോകം അല്ലെ? അതൊരു പുസ്തകത്തിന്റെ മുകളിലാണ്. പുസ്തകം എഡ്യൂക്കേഷൻ ആണ്. ഒരു എഡ്യൂക്കേഷൻ എന്നുള്ളൊരു സാധനം, ഒരു പിക്ചർ, ഈ പിക്ചർ പോലും വളരെ ക്രിയേറ്റീവ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഈ സ്കില്ലുകൾ നമുക്ക് വളർത്തിയെടുക്കാം നമുക്ക് പറയാനുള്ളത്. ആദ്യമായി ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. അപ്പൊ ക്രിയേറ്റിവിറ്റി നമുക്ക് എങ്ങനെ രൂപപ്പെടുത്താം? അത് നമ്മുടെ വർക്ക് സ്പേസിൽ എങ്ങനെ രൂപപ്പെടുത്താം, നമ്മുടെ എഡ്യൂക്കേഷനിൽ എങ്ങനെ രൂപപ്പെടുത്താം, അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പ്, ഈ ഒരു 3 മേഖലയിൽ ക്രിയേറ്റിവിറ്റി എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടെ, ഞാൻ അവസാനം നിങ്ങൾക്ക് സമയം തരണ്ട്, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ക്രിയേറ്റിവിറ്റി ആരോ മൈക്ക് ഓൺ ആണല്ലോ.
ഞാൻ മ്യൂട്ട് ചെയ്യാം. ഒരാളുടെ മൈക്കോ. ഓക്കെ ഓക്കെ റെഡി ആണല്ലേ. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. ക്രിയേറ്റിവിറ്റിയുടെ മലയാളം എന്താ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമോ ആരെങ്കിലും? ക്രിയേറ്റിവിറ്റിയുടെ മലയാളം. ക്രിയേറ്റിവിറ്റി സർഗാത്മകത. ഓക്കെ, ക്രിയാത്മകത. ഓക്കെ, ക്രിയേറ്റിവിറ്റി ഉണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് ക്രിയേറ്റ് ടൈം എന്നുള്ളതാണ്. അല്ലെ, ആ ഒരു സംഗതിയെ കുറിച്ച് ആലോചിക്കാൻ ഒരു സമയം, ആ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിന് ഒരു സമയം. അത് പിന്നെ ഫോർ എക്സാമ്പിൾ ഉദാഹരണം നമുക്ക് ഒരു ദിവസത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് അന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യാം, അത് നമുക്കൊന്ന് ഇരുന്ന് ആലോചിക്കാം. അതൊരു നാച്ചുറൽ വോക്ക്, അത് പ്രകൃതിയിലൂടെ ഒന്ന് നടക്കാം, അതല്ലെങ്കിൽ ഒരു പുഴവക്കത്തൊന്ന് ഇരിക്കാം, അതല്ലെങ്കിൽ തന്നെ വീട്ടിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ പോയിട്ട് ഇരുന്നിട്ട് ഒന്ന് ആലോചിക്കാം. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളൊരു സംഗതി ആലോചിക്കണമെങ്കിൽ അതിന്റെ ആ സമയത്ത് തന്നെ ഒരു 5 മിനിറ്റ് അത് ആലോചിക്കാനുള്ള ഒരു സമയം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ഒരു 5-10 മിനിറ്റ് സമയം മാറ്റി വെക്കുക. അപ്പൊ ആ ഒരു സംഗതി വളരെ ക്രിയേറ്റീവ് ആയിട്ട്. അപ്പൊ ഫ്രൂട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന ഒരു പാത്രത്തിൽ ഫോർ എക്സാമ്പിൾ, അപ്പൊ നമ്മൾ ഏതായാലും കട്ട് ചെയ്ത് വെക്കണല്ലോ, ഒരു 5 മിനിറ്റ് നമുക്ക് ആലോചിക്കാം ഏത് ഡിസൈനിലാണ് ഞാൻ സംഗതി ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെക്കുന്നു, പക്ഷെ അതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനിൽ ആ സംഗതി വരുന്നു. അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. ഉദാഹരണം പറയാം, ഒരു മൊബൈൽ ഫോൺ ഇറക്കുന്നു, അപ്പൊ ഏത് രൂപത്തിലാണ് മൊബൈൽ ഫോൺ ഇറക്കേണ്ടത്? അപ്പൊ അന്ന് സ്റ്റീവ് ജോബ്സ് ആലോചിച്ചു, അവിടെ പാട്ട് കേൾക്കാനായിട്ട് MP3 അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്, പിന്നെ കണക്ക് കൂട്ടാനായിട്ട് കാൽക്കുലേറ്റർ സംവിധാനങ്ങളുണ്ട്, കൂടെ ചെയ്യാനൊരു ഫോണുണ്ട്. ഈ 3 സാധനത്തും ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അപ്പൊ 3നെ കൂടി ഒന്നിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഫോർ എക്സാമ്പിൾ, അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. അപ്പൊ ക്രിയേറ്റ് ടൈം, അത് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു സമയം നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തും നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇന്ന് ഫുഡ് കുക്ക് ചെയ്യേണ്ടത്, ഒരു 5 മിനിറ്റ് നമുക്ക് ആലോചിക്കാം. അപ്പൊ അതിന് എക്സ്ട്രാ എന്തൊക്കെ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം. നമ്മൾ വർക്ക് സ്പേസിലാണ്, ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിംഗിൽ ഞാൻ എങ്ങനെ ചർച്ച തുടങ്ങണം. അപ്പൊ ഒരു ടേണിംഗ് പോയിന്റ്, പിൻ പോയിന്റ് ഇട്ട് നമ്മൾ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറഞ്ഞു തുടങ്ങുന്നു ഫോർ എക്സാമ്പിൾ. ആ ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾ ഒരു 5 മിനിറ്റ് അത് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി കുറഞ്ഞ സമയം കണ്ടെത്തുന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത്. രണ്ടാമത്തതാണ് ചേഞ്ച് കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. എന്നും നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ആലോചിക്കുമ്പോൾ അവരുടെ ഐഡിയകൾക്ക് ഒരു ചലനം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ, എന്ന് ഓഫീസിൽ ഇരുന്ന് ആലോചിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ ഇരുന്ന് ആലോചിക്കാം, അതിലേക്ക് ഒരു പുറത്തു പോയിട്ട് ആലോചിക്കാം, അല്ലെങ്കിൽ ഒരു കോഫി കുടിച്ചിട്ട് ആലോചിക്കാം. അങ്ങനെ നമ്മളെ കോണ്ടെക്സ്റ്റ് മാറ്റുക എന്നുള്ളത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ വരാനുള്ള നല്ലൊരു മാർഗമാണ്. അപ്പൊ ചേഞ്ച് കോണ്ടെക്സ്റ്റുകൾ എന്നുള്ളതാണ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു ഓഫീസ് എന്നുള്ളതിൽ നിന്ന് ഒരു കോഫി ഷോപ്പിലേക്ക് പോകുന്ന ഉദാഹരണമാണ്. അതല്ലെങ്കിൽ നമ്മൾ ഡിസ്കഷന്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് പിന്നെ വെള്ളം കുടിച്ച് വരാം ഫോർ എക്സാമ്പിൾ. ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള മാറ്റങ്ങൾ, നമ്മുടെ എൻവയൺമെന്റ്സ്, അപ്പോൾ നമ്മുടെ ചിന്തകളിലെ മാറ്റങ്ങൾ, നമ്മുടെ ഐ പാറ്റേൺസ്, ഈ ഒരു സംഗതികളൊക്കെ നമ്മുടെ ബ്രെയിനിലെ നമ്മുടെ കൊഗ്നിറ്റീവ് ലെവൽ നമ്മുടെ ചിന്തകളൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കൊരു പുതിയൊരു ആശയം കിട്ടാനുള്ള നല്ലൊരു മാർഗമാണ് ചേഞ്ച് കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, പിന്നെ ജനങ്ങൾക്ക് ഒരു ഉപദേശം കൊടുക്കണം. അപ്പൊ ജനങ്ങൾ ഈ ഉപദേശം കേൾക്കാൻ നിൽക്കൂല ഫോർ എക്സാമ്പിൾ. അപ്പൊ ആ ഒരു സമയത്ത് എല്ലാവരും ഫുട്ബോൾ എല്ലാവരും കളിച്ചിട്ട് ഒരു ഹാഫ് ടൈമിൽ എല്ലാവരും ഇരിക്കുന്നു, ആ സമയത്ത് ചെറിയൊരു ഉപദേശം കൊടുക്കുന്നു. അപ്പൊ അത്രയും വലിയൊരു ക്രൗഡിനെ കിട്ടി ആ ഒരു ഉപദേശം ജനങ്ങൾ കേട്ടു ഫോർ എക്സാമ്പിൾ ഉദാഹരണം. അപ്പോൾ കോണ്ടെക്സ്റ്റുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ആ കോണ്ടെക്സ്റ്റുകൾ മാറ്റുന്നതോടുകൂടി പുതിയൊരു ഐഡിയ നമുക്ക് അവിടെ പിരിയും എന്നുള്ളതാണ്. ഫോർ പാരന്റിംഗിൽ ഈ സംഗതി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, നമ്മുടെ മാരിറ്റൽ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ടീച്ചിങ് ആൻഡ് ലേണിംഗിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, വർക്ക് സ്പേസിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഒരു സംഗതിയാണ് കളക്ട് ഐഡിയാസ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ ഇതിന് വ്യത്യസ്ത രൂപത്തിലിരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ഉദാഹരണം നമുക്ക് എന്ത് ചെയ്യും, നല്ല ഐഡിയകൾ കിട്ടും. അപ്പൊ ഐഡിയകൾ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ഐഡിയാസ്. ഐഡിയകൾ എങ്ങനെ കളക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇതിന് ഉദാഹരണം എന്താ ചെയ്യാ, ഒരു വീഡിയോ കാണാം, ഉദാഹരണം ക്രിയേറ്റിവിറ്റിന്റെ വിഷയത്തിൽ. അപ്പൊ അതിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് കാണാം, അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ChatGPT അല്ലെങ്കിൽ അതിലേക്ക് സെർച്ച് ചെയ്യാം. അങ്ങനെ പല ഭാഗത്തു നിന്നും പല ഐഡിയകൾ നമുക്ക് കിട്ടും. ഈ ഐഡിയകളൊക്കെ നമ്മുടേതായിട്ട് കസ്റ്റമൈസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ കളക്ട് ഐഡിയ എന്നുള്ളതാണ് മൂന്നാമത്തത്. നാലാമത്തതാണ് കൊളാബറേറ്റ് എന്നുള്ളത്. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി, ഈ ഐഡിയ എന്ത് ചെയ്യാം, ഉദാഹരണം ഞാൻ നല്ലൊരു ട്രെയിനറാണ്, അപ്പൊ എനിക്ക് ഈ ട്രെയിനിങ്ങിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അപ്പൊ എനിക്കൊരു മാർക്കറ്റിംഗ് ടീമിനോട് കൊളാബറേറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ. അപ്പൊ അവരുടെ സ്കിൽ മാർക്കറ്റിംഗ് എന്നുള്ള കൊളാബറേഷനും എന്റെ ഒരു ട്രെയിനിങ് എന്നുള്ള കൊളാബറേഷൻ ഉദാഹരണം പറയാം, അത് കൊളാബ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സെഷൻ അവിടെ സംഭവിക്കുന്നു, ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സംഗതികൾ നമുക്ക് നമ്മുടെ വർക്ക് സ്പേസുമായി ബന്ധപ്പെട്ട, അതല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട, ടീച്ചിങ് നമുക്ക് നല്ലൊരു കൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ടീച്ചിങ് നമുക്ക് ഐഡിയ ഉണ്ട്, ഈ ആയിട്ട് കുട്ടികളിലേക്ക് എങ്ങനെ അവതരിപ്പിക്കും. അപ്പൊ കുട്ടികളുടെ ഒരു ലീഡറായിട്ട് നമ്മൾ കൊളാബ് ചെയ്യുന്നു. അപ്പൊ ആ കുട്ടി ഫോർ എക്സാമ്പിൾ നല്ല ആർട്ടില് നല്ല താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ഒരു ഇല്ലുസ്ട്രേറ്റീവ് ലെവലിലേക്ക് ആ സാധനം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ നമ്മുടെ കൺസെപ്റ്റും കുട്ടിയുടെ വർക്കും ആ ഒരു സാധനം വെച്ച് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു, ഉദാഹരണം പറഞ്ഞാണ്.
അപ്പൊ ഇങ്ങനെ കൊളാബ് ചെയ്യുന്നതോട് കൂടി നമ്മൾക്ക് ക്രിയേറ്റീവ് ആയിട്ടൊരു സംഗതി നമുക്ക് അവിടെ അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊന്നാണ് ചിൽ ആൻഡ് റിഫ്ലക്ട് എന്നുള്ളത്. എന്ന് പറഞ്ഞാല് നമ്മളൊരു സംഗതി ചെയ്ത് നമുക്ക് അതിനൊരു ഐഡിയ കിട്ടി, നമ്മൾ കൊളാബ് ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മൈൻഡ് ഒന്ന് മാറ്റണം, ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് നടന്നിട്ടോ അല്ലെങ്കിൽ മൈൻഡ് ഒന്ന് മൂടൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ചെയ്ത ആ വർക്ക് നമ്മളൊന്ന് എന്ത് ചെയ്യണം, നമ്മളൊന്ന് വാച്ച് ചെയ്യണം. അപ്പൊ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അതിലുള്ള പ്രശ്നങ്ങളും അതിലുള്ള പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലെ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. ഇതാണ് ക്രിയേറ്റിവിറ്റിയുടെ ഒരു സൂത്രവാക്യം എന്ന് പറയുന്നത്. അത് പാരന്റിങ്ങിലായാലും അങ്ങനെ തന്നെയാണ്, അത് വർക്ക് സ്പേസിലായാലും അങ്ങനെ തന്നെ, ടീച്ചിങ്ങിലാണ്, ഏത് മേഖലയിലും ക്രിയേറ്റിവിറ്റി ഉണ്ടാവാനുള്ള ഏറ്റവും നല്ലൊരു ഫ്രെയിം വർക്ക് എന്നുള്ളത് ഈ 5 സികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ക്രിയേറ്റ് ടൈം, ചേഞ്ച് കോണ്ടെക്സ്റ്റ്, കണക്ട് ഐഡിയാസ്, കൊളാബറേറ്റ്, ചിൽ ആൻഡ് റിഫ്ലക്ട്. ഓക്കെ, അപ്പൊ ഇത് ക്രിയേറ്റിവിറ്റി നമുക്ക് ഉണ്ടാക്കാവുന്ന നല്ലൊരു ഫ്രെയിം വർക്ക് ആണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് എസ് അടിക്കണേ, ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സംഗതി നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പാരന്റിങ് രീതിയിൽ നമ്മൾ ഈ ഒരു സംഗതി, ഇന്ന് എന്റെ കുട്ടിയെ ഞാൻ എങ്ങനെ ഒരു സാറ്റിസ്ഫൈഡ് ആക്കും, അവന്റെ ലൈഫിൽ ഇതുവരെ കിട്ടാത്ത ഒരു സംഗതി എന്റെ കുട്ടിക്ക് ഞാൻ എങ്ങനെ കൊടുക്കും എന്നൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ആ ഒരു ആലോചിക്കാനുള്ള സമയമാണ് ക്രിയേറ്റീവ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ സാധാരണ എന്നും ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഒരു സ്ഥലം ഉണ്ടാവും, ആ സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് നാളെ ഇപ്പൊ എന്താ ജോലി സ്ഥലത്ത് ചെയ്യേണ്ട, ഇത്ര കടങ്ങളുടെ കടങ്ങനെ വീട്ടുക എന്നുള്ള സ്ഥിരമായിട്ട് ആലോചന മനസ്സിൽ വരുന്ന ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ ഇരിക്കുക. കാരണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ആലോചിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ ഇരിക്കാറുണ്ടാവുക. അവിടെ നിന്ന് എണീക്കുക, എണീറ്റിട്ട് നമ്മുടെ മുറ്റത്തോ പിന്നെ പുല്ലൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു കല്ലിലോ അല്ലെങ്കിൽ കുറച്ച് സൈഡിലൊക്കെ പോയിരുന്നു ഇങ്ങനെ ആലോചിക്കാം. അപ്പൊ നമ്മുടെ ഒരു ആങ്കേർഡ് ആയിട്ടുള്ള ചിന്തകളൊക്കെ ഒന്ന് പോകും, NLP ആങ്കർ എന്ന് പറയാം. അപ്പൊ അവിടെ പോയാൽ നമുക്കൊരു പുതിയ സ്ഥലമാണ്, പുതിയ ഒരു രൂപമാണ്, രീതിയാണ്. അപ്പൊ നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് നല്ല നല്ല ഐഡിയകൾ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അതാണ് ചേഞ്ച് കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസോ അല്ലെങ്കിൽ ChatGPT അല്ലെങ്കിൽ AI-ലോ അല്ലെങ്കിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്തിട്ട് അതുമായി ബന്ധ വെറൈറ്റി റീൽസ് കാണുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബുക്സ് വായിക്കുക, എന്തും ചെയ്യാം. അപ്പൊ ഒരുപാട് ഐഡിയകൾ കിട്ടും. നമുക്ക് കുറച്ച് ഐഡിയകൾ കിട്ടിയതുണ്ട്, പിന്നെ നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ നമ്മുടെ മെന്റേഴ്സോ അല്ലെങ്കിൽ അവരോട് നമ്മൾ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ വൈഫിനോട് നമ്മൾ ഈ സംഗതി ഷെയർ ചെയ്യുന്നു, അവരോട് കൊളാബ് ചെയ്തിട്ട് ഇന്ന് രാത്രി നമ്മുടെ മക്കളോട് നമ്മൾ ഇങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞ പുതിയ ഐഡിയയിലേക്ക് വരുന്നു. അങ്ങനെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. മക്കൾ വളരെ ഹാപ്പി ആവുന്നു. ചില റിഫ്ലക്ട്, അപ്പൊ മക്കൾ വളരെ ഹാപ്പി ആവുന്നു. ഇതുവരെ കിട്ടാത്തൊരു സന്തോഷം മക്കൾക്ക് അതിലൂടെ ലഭിക്കുന്നു. മക്കൾ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവമായിട്ട് മാറുന്നു. പാരന്റിങ്ങിൽ ക്രിയേറ്റിവിറ്റി ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തത്, അങ്ങനെ ഓരോന്നിലും എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ, കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. ചില്ലർ റിഫ്ലക്ട് എന്നുള്ള റിസൾട്ട് ആയ നമ്മൾ ചെയ്തൊരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു സംഗതി ചെയ്തതിന് ശേഷം നമ്മൾ ഹാപ്പി ആയി നമ്മൾ ചെയ്തു, പിന്നെ നമ്മൾ മൂഡൊന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത സംഗതിയെ കുറിച്ച് നമ്മൾ തന്നെ ആലോചിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പോൾ കാണാത്ത ചില മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അത് നമുക്ക് അടുത്ത സമയത്ത് നമുക്ക് തിരുത്താൻ പറ്റും. എപ്പോഴും ഒരു ഗ്രോത്തിനുള്ള ഒരു ഡോർ നമ്മൾ തുറന്നിടണം എന്നുള്ളതാണ്. എന്ത് സംഗതിയിലും ഗ്രോത്തിനുള്ള ഡോർ. പറഞ്ഞാല് ഇതോടുകൂടി നമ്മൾ അവസാനിച്ചു എന്നുള്ളതാവരുത്, ഇതോടുകൂടി നമ്മൾ പുതിയ ലോകത്തേക്ക് കടന്നു എന്നുള്ളതാവണം. അപ്പൊ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ നമ്മളുടെ അവസാനത്തെ സ്റ്റെപ്പ് എന്താണ്? ചിൽ ആൻഡ് റിഫ്ലക്ട്. അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നു, പിന്നെ റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു പുതിയ വാതിലും കൂടി കിട്ടുന്നു. അതാണ് റിഫ്ലക്ഷനോട് കിട്ടുന്ന ഒരു ഉപകാരം. അതിലുള്ള തെറ്റുകൾ മനസ്സിലാക്കുന്നു, അതിലുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നു, എന്നിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം അതിനേക്കാൾ ഉഷാറായിട്ട് സംഗതി ചെയ്യുന്നു. അതല്ലാതെ ഇതോടുകൂടി എല്ലാം ആയി എന്നുള്ള തോന്നൽ വന്നാൽ ആകെ ഫ്ലോപ്പ് ആവും ചെയ്യും. അതാണ് അവിടെ ഉള്ളൊരു പ്രശ്നം. ഓക്കെ, ഹുസൈൻ കോയ, ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു സംഗതിയാണ്. പലപ്പോഴും നമ്മളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ കാരണത്താലാണ് നമുക്കൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരാറുള്ളത്. കാരണം നമ്മൾ പറഞ്ഞതാവില്ല കേട്ടിട്ടുണ്ടാവുക, കേട്ടതാവില്ല പറഞ്ഞിട്ടുണ്ടാവുക, രണ്ട് രീതിയിലുള്ള സംഗതികളായിരിക്കും. ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ പാറ്റേണും രീതിയും മനസ്സിലാക്കുന്നത്. ഈ ഫ്രെയിം വർക്ക് മനസ്സിലാക്കി വെച്ചാലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച സംഗതി ഉദ്ദേശിച്ച രീതിയിൽ മറ്റുള്ളവരിലേക്ക്, അല്ലെങ്കിൽ അതിനേക്കാൾ സുന്ദരമായ രീതിയിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് സംഗതി എത്തിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയാൽ ബന്ധങ്ങൾ ഉഷാറാവും, നമ്മുടെ വർക്ക് സ്പേസിലുള്ള എല്ലാ സംഗതിയും ഉഷാറാവും, നമ്മളുടെ റിലേഷൻഷിപ്പ് ഉഷാറാവും, എഡ്യൂക്കേഷനിൽ ടീച്ചിങ് ആണെങ്കിൽ ലേണിംഗ് ആയാലും ഉഷാറാവും. ഇത് ഫ്ലോപ്പ് ആയാലോ എല്ലാം ഫ്ലോപ്പ് ആവും എന്നുള്ളതാണ്. കാരണം അതിലാണ് ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നത്. ഐക്കോണാണല്ലോ.
ഹലോ Okay. ആ മൈക്ക് ഒന്ന് ഓഫ് Okay, ചെയ്യോ? ഞാൻ off ചെയ്തിട്ടുണ്ട്. Okay, great. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതൊരു സംഗതി ക്ലാരിഫൈ മെസ്സേജ് എന്നുള്ളതാണ്. ക്ലാരിഫൈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഉണ്ടാവില്ല ചിലത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിലുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താണ് ഒരാളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അയാൾ എന്ത് മനസ്സിലാക്കണം, ദാറ്റ് ഈസ് ദ ക്ലാരിഫൈ മെസ്സേജ്. അയാൾ എന്ത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ അയാൾ എന്ത് മനസ്സിലാക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, എന്നാലേ നമ്മുടെ മെസ്സേജ് പ്രോപ്പർ ആവുള്ളൂ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, ക്ലാരിഫൈ മെസ്സേജ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു വ്യക്തിയോട് പറയണേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അപ്പൊ എന്നോട് ശരിക്കും ഇഷ്ടമാണ് എന്നുള്ള ഫീലിംഗ് അവർക്ക് വരണം. അപ്പൊ എനിക്ക് എന്നോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാല് കമ്മ്യൂണിക്കേഷൻ ഓക്കെ, പക്ഷെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻ ഇസ് നോട്ട് ഓക്കെ. അപ്പൊ എങ്ങനെ എങ്ങനെ പറയണം, അപ്പൊ ആ പറയേണ്ട രീതിയും ശൈലിയും ഒക്കെ നമ്മൾ മനസ്സിൽ കാണുന്നു. രണ്ടാമത് ചൂസ് മീഡിയം. ഏത് മീഡിയമാണ് നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? PPT ആണ്. ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി PPT എന്നുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മെയിൽ ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ വാട്സാപ്പിൽ വോയിസ് ഇട്ടിട്ടാണോ, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ടാണോ, ഏത് രീതിയിൽ ഞാൻ ഈ സംഗതി അവരോട് പറഞ്ഞാലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇത് ക്ലിയർ ആവുക? രണ്ടാമത്തെ സംഗതി ചൂസ് മീഡിയം എന്നുള്ളതാണ്. അവർക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിലുള്ള മീഡിയ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫ്രണ്ട്സ് ആകുമ്പോൾ അവരോട് നേരിട്ട് പറഞ്ഞാൽ മതിയാവും. ആ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മുഖഭാവങ്ങൾ അതിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടി വരും. ചിലപ്പോൾ വാക്കുകൾ ആ രീതിയിൽ പ്രയോഗിക്കേണ്ടി വരും. ചില വാക്കുകൾ നമ്മൾ പറഞ്ഞതാവില്ല, അതുകൊണ്ട് അർത്ഥം കിട്ടുക. ദാറ്റ് ഈസ് ചൂസ് മീഡിയം. അപ്പൊ മീഡിയം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം, ആ മീഡിയത്തിന്റെ രീതിയും സെലക്ട് ചെയ്യണം എന്നർത്ഥം. മൂന്നാമത്തെ ഒരു സംഗതിയാണ് കൺസിഡർ ഓഡിയൻസ് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഓക്കെയാണ്, മീഡിയവും ശരിയാണ്, പക്ഷെ ഓഡിയൻസിനനുസരിച്ചുള്ളതാവൂല. ചിലപ്പോൾ ഓഡിയൻസ് വലിയ കാര്യപ്പെട്ട ആളുകളായിരിക്കും, ചിലപ്പോൾ കുഞ്ഞു കുട്ടികളായിരിക്കും, ചിലപ്പോൾ നോർമൽ ആയിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും പ്രൊഫഷൻ ബേസ്ഡ് ആയിരിക്കും. അപ്പൊ ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേറ്ററിലെ ഏറ്റവും വലിയ സ്കില്ല്. ഇപ്പൊ നമ്മുടെ മക്കൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ആ കുട്ടികളുടെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയണം. ടീച്ചിങ്ങിന്റെ സമയത്ത് കുട്ടികളുടെ വൈബിനനുസരിച്ച് സംസാരിക്കാൻ കഴിയണം. ജോലി സ്ഥലത്താണെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന, അവർക്കൊരു അംഗീകാരം കൊടുക്കുന്ന, റെസ്പെക്ട് കൊടുക്കുന്ന പോലെ കൺസിഡർ ഓഡിയൻസ്. ഈ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. എഐക്ക് ഇമോഷൻസ് ഇല്ല, മനസ്സിലായോ? പക്ഷെ ഇമോഷൻസ് നമുക്കേ ഉള്ളൂ. നമ്മളാണ് ആ ഒരു സംഗതിയെ സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് കൺസിഡർ ഓഡിയൻസ് എന്നുള്ളത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. നാലാമത്തെ സ്റ്റേജ് ആണ് ചെക്ക് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത്. നമ്മളൊരു മെസ്സേജ് ടെസ്റ്റ് ചെയ്തു, ആ മെസ്സേജിന് ഒരു പക്ഷെ ദ്വയാർത്ഥമുള്ള സംഗതി ആയിരിക്കും. അപ്പൊ അവർക്കത് മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ വിചാരിച്ചത് തന്നെയാണോ മനസ്സിലായത്? നമ്മൾ PPT പ്രസന്റ് ചെയ്തിട്ടുണ്ട്, അതന്നെയാണോ അവർക്ക് മനസ്സിലായത്? നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത് തന്നെയാണ് അവർ മനസ്സിലാക്കിയത്, അതല്ല അതിന്റെ അപ്പുറമാണ് അവർ മനസ്സിലാക്കിയത്, അതല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആണോ മനസ്സിലാക്കിയത്? ഇതൊക്കെ കമ്മ്യൂണിക്കേഷനിലൂടെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നിരന്തരം കാര്യങ്ങൾ വരുന്നത് കുട്ടികൾ പഠിക്കാത്തത്, സ്നേഹം കുറയാനുള്ള കാരണം, വർക്ക് സ്പേസിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം, പ്രൊഡക്ടിവിറ്റി കുറവാനുള്ള ഒരു കാരണം കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല എന്നുള്ളതാണ്. മാനേജർ, സൂപ്പർവൈസർ, അങ്ങനെ മുകളിലുള്ള ആളുകൾ അവർ പറഞ്ഞ രീതി ആയിരിക്കും ചിലപ്പോൾ തെറ്റ്, പറഞ്ഞത് ശരിയായിരിക്കും. വാപ്പ അല്ലെങ്കിൽ ഉമ്മ മക്കളോട് പറഞ്ഞ കാര്യം ഓക്കെ ആയിരിക്കും, പക്ഷെ പറഞ്ഞ രീതി ശരിയാവില്ല. അപ്പൊ പല പേരന്റിങ്ങും ഫ്ലോപ്പ് ആവാനുള്ള കാരണം പറഞ്ഞ രീതി ശരിയല്ലാത്തതുകൊണ്ടാവും. പറഞ്ഞത് ശരിയായിരിക്കും, പക്ഷെ പറഞ്ഞ രീതി ശരിയാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഓഡിയൻസിനെ മനസ്സിലാക്കണം, ചെക്ക് അണ്ടർസ്റ്റാൻഡിങ്. മക്കൾ ആ രീതിയിൽ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ മക്കളെ ചോദിക്കാം. ആ രീതിയിൽ നമുക്ക് സംഗതി മനസ്സിലാക്കാൻ പറ്റും. അവസാനത്തെ ഒരു സംഗതിയാണ് ക്ലാരിഫൈ ഫീഡ്ബാക്ക് എന്നുള്ളത്. ക്ലാരിഫൈ ഫീഡ്ബാക്ക് പറഞ്ഞാല് ഒരു ഫീഡ്ബാക്ക് കൂടി നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ. നമ്മളൊരു സംഗതി പറയുമ്പോൾ അവരെ ചെയ്തു, കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നത്. അത് വളരെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിലൂടെ മറ്റെന്തെങ്കിലും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അപ്പോൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഒരു ഫീഡ്ബാക്ക് കൂടി നമുക്ക് കിട്ടണം. മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ സ്വീകരിക്കും വേണം. അവർ പറയണ ഈ പറഞ്ഞ പോലെ അല്ല എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കാൻ ശ്രമിക്കണം. അപ്പൊ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമ്മളെ എല്ലാം നെഗറ്റീവായിട്ട് എടുത്താൽ പിന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അതോ ഈ ഒരു സംഗതി മക്കൾക്ക് ഒന്നാമത്തെ സംഗതി നിങ്ങൾ ആദ്യം ആലോചിക്കണം, ക്ലാരിഫൈ മെസ്സേജ്. ഞാൻ എന്ത് പറയുന്നു, എന്ത് പറഞ്ഞു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. കുറെ പ്രശ്നങ്ങൾ ഒഴിവാകും, കുറെ ഈഗോ പ്രശ്നങ്ങൾ ഒഴിവാകും. നമ്മൾ പേരന്റിങ്ങിൽ ഉപയോഗം മക്കളും വാപ്പയും അല്ലെങ്കിൽ ഉമ്മയും നമ്മൾ കുറെ പ്രശ്നങ്ങൾ ഒഴിവാകും. മേറ്റൽ ലെവലിലുള്ള കുറെ പ്രശ്നങ്ങൾ ഒഴിവാകും. ഇനി എഐക്ക് പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്തും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവണം. കാരണം ഇതൊക്കെ മെഷീൻ ലാംഗ്വേജുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് ആർട്ടിഫിഷ്യൽ ആണല്ലോ, മനുഷ്യനിർമ്മിത ബുദ്ധികളാണ്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ പദങ്ങൾക്കും അതിനനുസരിച്ചുള്ള വായനയാണ് AI ചെയ്യുക. എഐയോടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുള്ളൂ. പ്രോംപ്റ്റുകൾ ക്ലിയർ ആയാൽ മാത്രമേ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് എഐയോടുള്ള കമ്മ്യൂണിക്കേഷനും നമ്മൾ പഠിക്കണം. ജോബൊക്കെ ഒരുപാട് റിസ്ക് കുറയും. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ AI ചെയ്തു തരും,
പക്ഷെ പ്രോംപ്റ്റ് ക്ലിയർ ആവണം. ടീച്ചേഴ്സ് ആണെങ്കിൽ ലെസൺ പ്ലാൻ ചെയ്തിരും, അതിന് വേണ്ട മറ്റുള്ള പ്ലാനുകൾ, സ്ട്രാറ്റജീസ്, അതിനുള്ള സ്റ്റോറീസ്, എല്ലാ സംഗതിയും ചെയ്തിരും. ഐസ് ബ്രേക്കേഴ്സ്, വർക്ക് സ്പേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഷീറ്റുകൾക്കുള്ള ഡാറ്റ, ആ ഡാറ്റകളുടെ കാറ്റഗറൈസേഷൻ, ഇങ്ങനെ ഓരോ ഗ്രൂപ്പിംഗ്, സോർട്ടിങ്, റിപ്പോർട്ട് റേറ്റിംഗ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഈ സംഗതികളൊക്കെ ചെയ്തിരും. അപ്പൊ അതിനോടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. അപ്പൊ അത് നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഓക്കെ, ഈ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ആണെങ്കിൽ ഒന്ന് യെസ് ടൈപ്പ് ചെയ്യണേ. ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്കില്ലിലേക്ക് പോവാം. അടുത്ത സ്കില്ലാണ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്നുള്ളത്. ക്രിറ്റിക്കൽ തിങ്കിങ് എന്താണ്? ക്രിറ്റിക്കൽ തിങ്കിങ്ങിന്റെ മലയാളം? ക്രിറ്റിക്കൽ തിങ്കിങ് എന്താണ്? ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒന്ന് പറയോ? ആരെങ്കിലും വോയിസ് ആയിട്ട് പറഞ്ഞാൽ മതി, മൈക്ക് ഓൺ ആക്കി പറയാം. വിമർശനാത്മക ചിന്തകൾ. ഓക്കെ, ഗ്രേറ്റ്. ഒരു കാര്യത്തിന്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ എടുത്തിട്ട് അതിനെ കുറിച്ച് നേരെ പഠിക്കും. ഗ്രേറ്റ്, ദാറ്റ്സ് അമേസിംഗ്. ക്രിറ്റിക്കൽ തിങ്കിങ്. ഈ ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന ഒരു അരിപ്പയാണ് 21st സെഞ്ചുറിയിൽ വേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം ഇതൊരു അരിപ്പയാണ്. ഈ ഒരു ഫണലിലൂടെ വന്നിട്ട് വേണം നമ്മൾക്ക് ഇൻഫർമേഷൻസും ഡാറ്റകളും ലഭിക്കാൻ. അല്ലെങ്കിൽ പ്രശ്നം ഒരുപാട് ബയാസ് ഉണ്ടാവും, ഒരുപാട് മിസ്മാച്ചുകൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ക്രിറ്റിക്കൽ തിങ്കിങ്ങിൽ പ്രധാനമായിട്ട് വേണ്ട 6 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിന്റെ സ്റ്റേജ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്നുള്ള സ്കില്ല് ഒരാൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിന്റെ 6 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ സംഗതിയാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എന്താണ് സംഗതി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എന്താണ് ആ ഒരു സംഗതി? ദാറ്റ് ഈസ് ദ ക്ലാരിറ്റി. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ, എന്താണ് ആ ഇൻഫർമേഷൻ എന്നുള്ളത് മനസ്സിലാക്കണം. ഇന്നൊരു പ്രശ്നം നടന്നു, ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു, ഉദാഹരണം. അപ്പോ എന്താണ് പ്രശ്നം, എത്ര ആളുകളെ കൊല്ലപ്പെട്ടു, ഇതാണ് നമ്മുടെ മുമ്പിലുള്ള സാധനം. ആ ഇൻഫർമേഷൻ നമുക്ക് ക്ലാരിറ്റി വേണം. നമുക്കൊരു പൂർണ്ണമല്ലാത്തൊരു മെസ്സേജ് കിട്ടി, അതിനൊരു ക്ലാരിറ്റി ഇല്ല. ഒരു തുമ്പും വാലും ഇല്ലാത്ത, അല്ലെങ്കിൽ അവിടെ ഇവിടെ മുറിഞ്ഞിട്ടുള്ള ഒരു ഭാഗം കിട്ടി, അതൊരു ക്ലാരിറ്റി ഇല്ല. കിട്ടിയ ഡാറ്റ, കിട്ടിയ ഇൻഫർമേഷൻ, അത് ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് എന്ത് ലഭിച്ചാലും നമ്മുടെ മക്കളെ അങ്ങനെ ശീലിപ്പിക്കണം. അപ്പൊ അവർ ഗൂഗിൾ ചെയ്യും, അല്ലെങ്കിൽ അവര് ChatGPT ചോദിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസോ ഷോർട്സോ സെർച്ച് ചെയ്യും. അവർക്ക് കിട്ടുന്ന ഒരു സാധനം അത് ചിലപ്പോൾ കട്ടായിരിക്കും, അപ്പുറം ഇപ്പുറം അവർ പറയുന്നുണ്ടാവില്ല, ഒരു ഏരിയ മാത്രം ഫോക്കസ് ആയിട്ടായിരിക്കും, അത് ക്ലാരിറ്റി ഇല്ല. അപ്പൊ മക്കൾക്ക് വേണ്ടത് ഒരു കാര്യത്തെ കുറിച്ച് അവർ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ആ ഒരു സംഗതിയെ കുറിച്ചുള്ള ക്ലാരിറ്റി എന്നുള്ളതാണ് ക്രിറ്റിക്കൽ തിങ്കിങ്ങിൽ ആദ്യം. എനിക്ക് കിട്ടിയ സംഗതി അത് ക്ലാരിറ്റി ഉള്ളതാണോ എന്നുള്ളത് നോക്കണം. അതാണ് ക്രിറ്റിക്കൽ തിങ്കിങ്ങിലുള്ള ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തതാണ് കൺസിഡർ എവിഡൻസ് എന്നുള്ളത്. അതിനുള്ള തെളിവ് നമ്മൾ പരിഗണിക്കണം. ഇത് ഏത് തെളിവെന്നാണ്, ഏത് ഭാഗത്തുനിന്നാണ് നമുക്ക് കിട്ടിയത്, അതിന്റെ എവിഡൻസ് ഓക്കെ ആണോ അല്ലേ? അത് ഏത് പീസ് ഓഫ് ഇൻഫർമേഷൻ കിട്ടിയാലും, അത് സ്കൂളുമായി ബന്ധപ്പെട്ട ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടതാണെങ്കിലും നമ്മുടെ വർക്ക് സ്പേസുമായി ബന്ധപ്പെട്ട സംഗതികളാണെന്നുണ്ടെങ്കിലും അതിനുള്ള ഒരുപാട് സംഗതികൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട സംഗതികളും. അപ്പൊ അതിന്റെ ക്ലാരിറ്റി നോക്കണം. ഒരു കാര്യം ഒരാൾ നമ്മളോട് പറഞ്ഞു, ആ പറഞ്ഞതിന്റെ ക്ലാരിറ്റി. 2 അതിന്റെ എവിഡൻസ്. 3ാമത് കമ്പയർ പെർസ്പെക്റ്റീവ്സ് എന്നുള്ളതാണ്. പെർസ്പെക്റ്റീവ് നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മൾ നമ്മുടെ ഭാഗം മാത്രമല്ല ചിന്തിക്കേണ്ടത്, അപ്പുറവും ഇപ്പുറവും അത് മറ്റൊരാൾ പറഞ്ഞാൽ, മറ്റൊരാൾ കേട്ടാൽ, ഇവർ പറയുകയാണെങ്കിൽ, അങ്ങനെ ഓരോ ഏരിയയിലുള്ള ആളുകളുടെയും കാര്യങ്ങൾ നമ്മളിതിന്റെ പെർസ്പെക്റ്റീവ്സ് നമ്മൾ കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അസംഷൻസ് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് സംഗതികൾ നമുക്ക് കിട്ടും, ഒരുപാട് ആളുകളുടെ പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ചലഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞൊരു കാര്യം അത് അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണോ അല്ലേ, അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണോ അല്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാണോ അല്ലേ, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിച്ചു, എന്തുകൊണ്ട് അവരെങ്ങനെ വിശ്വസിച്ചു, എന്തുകൊണ്ട് അവരത് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെയുള്ള കുറച്ച് അസംഷൻസ് നമ്മൾ ചലഞ്ച് ചെയ്യണം. 5ാമത്തതാണ് കൺക്ലൂഡ് ആൻഡ് റിഫ്ലക്ട് എന്നുള്ളത്. സിമ്പിൾ ഉദാഹരണം പറയാം. ക്ലാരിറ്റി എന്നുള്ളതിന് നമ്മൾ കുട്ടിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഒരു കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ആ കാര്യത്തെ കുറിച്ച് അറിയൂല. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു നിമിഷം, പിന്നെ 1-2 ആളുകളെ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ, അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ സെറ്റിങ്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എന്തെങ്കിലും ഇല്ലല്ലോ. ഓക്കെ, നിങ്ങൾ പ്രൊസീഡ് ചെയ്തോളൂ. നിങ്ങൾ പിൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ചെയ്യാലോ.
Okay, you can proceed. Okay. Great. Thank you. അപ്പൊ ചലഞ്ച് അസംഷൻ. അപ്പോ നമ്മുടെ കുട്ടിയോട് ഉദാഹരണം പറഞ്ഞു അല്ലെ. അപ്പൊ കുട്ടിക്ക് ഒരു കാര്യം നമ്മൾ സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടിയ മെസ്സേജ് ക്ലാരിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നു ആദ്യം. രണ്ട്, അത് എവിടെ നിന്നാണ് കിട്ടിയത്. അപ്പോൾ അത് വളരെ വിശ്വസിക്കാൻ പറ്റിയ വെബ്സൈറ്റുകളാണ്, അല്ലെങ്കിൽ മീഡിയകളാണ്, അല്ലെങ്കിൽ ജേണലുകളാണ്, അല്ലെങ്കിൽ ബുക്കുകളാണ്, അല്ലെങ്കിൽ വ്യക്തികളാണ്. പിന്നെ ആ ഒരു കിട്ടിയ സാധനത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ആ വ്യക്തികൾ ഏത് തരത്തിലുള്ള വ്യക്തികൾ, അതായത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്, എന്തുകൊണ്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടാവാൻ കാരണം, ഏത് സമയത്താണ് അത് പറഞ്ഞിട്ടുള്ളത്, അത് ലേറ്റസ്റ്റ് ആണോ, അപ്ഡേറ്റഡ് ആണോ, അല്ല പഴയതാണോ. അടുത്തത് നമ്മൾ ചലഞ്ച് ചെയ്യുന്നു. ഈ ഒരുപാട് അസംഷൻസ് അല്ലെ, ഒരുപാട് പെർസ്പെക്റ്റീവ്സ് നമുക്ക് ലഭിച്ചു. ആ പെർസ്പെക്റ്റീവുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ തന്നെ ചലഞ്ച് ചെയ്യുന്നു. അത് ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇതായിരിക്കും, അപ്പോൾ ഇതാണ്. അവസാനം നമ്മൾ ഒരു അസംഷനിലേക്ക് എത്തുന്നു. ഇത് ശരിയാണ്, അല്ല ഇത് തെറ്റാണ്, അല്ല ഇത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ്, അല്ല ഇത് ഈ സന്ദർഭത്തിൽ പറഞ്ഞതാണ്, അതല്ല ആ ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്. അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു, ഇത് പറഞ്ഞിട്ടുള്ള സാഹചര്യം അതാണ്, ഇത് ശരിയാണ്, അല്ല ഇത് ഭാഗികമായിട്ട് ശരിയാണ്, അല്ല ഇത് തെറ്റാണ്. ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് കിട്ടുന്ന ഓരോ പീസ് ഓഫ് ഇൻഫർമേഷൻ, വാർത്തകള്, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, സെർച്ച് ചെയ്ത് കിട്ടുന്ന യൂട്യൂബ് കണ്ടന്റുകൾ, ഈ റീലുകൾ വരുന്നത്, ഷോർട്ടുകളിൽ വരുന്നത്, ജോബ് ഓഫറുകള്, പിന്നെ ഡയറ്റിനെ കുറിച്ചുള്ള സംഗതികള്, ഇതൊക്കെ നമ്മൾ അണ്ണാക്ക് തൊടാതെ വീങ്ങുന്ന ഒരു കാര്യം ഉണ്ടാവരുത്. കാരണം ഒരുപാട് മിസ്ഇൻഫർമേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങ് എടുത്തു ചാടി ചെയ്താലുള്ള പ്രശ്നം, പക്ഷെ നമ്മൾ ജീവൻ വരെ അപകടത്തിലാവും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ക്രിറ്റിക്കൽ തിങ്കിങ് എന്നുള്ളത് എന്ത് പീസ് ഓഫ് ഇൻഫർമേഷൻസും, വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും, പിന്നെ ചിത്രങ്ങളാണെന്നുണ്ടെങ്കിലും, എഴുത്തുകളാണെന്നുണ്ടെങ്കിലും, കമ്മ്യൂണിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിലും, എന്ത് പോഡ്കാസ്റ്റുകളാണെന്നുണ്ടെങ്കിലും, അതിൽ നമ്മൾ ആദ്യം നമ്മുടെ റീസൺ യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ക്രിറ്റിക്കൽ തിങ്കിങ്. അപ്പൊ ഇത് നമ്മൾക്ക് വേണം, കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കും വേണം. അതിന്റെ ഒരു സ്റ്റേജ് ആണ് ഞാൻ ഈ പറഞ്ഞ ക്ലാരിറ്റി, കൺസിഡർ എവിഡൻസ്, കമ്പയർ പെർസ്പെക്റ്റീവ്സ്, ചലഞ്ച് അസംഷൻസ്, അവസാനം കൺക്ലൂഡ് ആൻഡ് റിഫ്ലക്ട്. ഈ കൺക്ലൂഡ് ആൻഡ് റിഫ്ലക്ട് എല്ലാത്തിലും ഉണ്ടാവും. അതിന് ചില ഡോർ ടു ഗ്രോത്ത്. എന്നാൽ നമ്മൾ ചെയ്തത് പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വരാതിരിക്കാനാണ്. അപ്പൊ റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് അതിലുള്ള നെഗറ്റീവ്സും പോസിറ്റീവ്സും നമുക്ക് കിട്ടും. ആ അനുഭവം വെച്ചിട്ടായിരിക്കും നമ്മൾ അടുത്തൊരു സംഗതിയിലേക്കുള്ള ഒരു ഫണൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഈ സ്കിൽ നമ്മൾ കൊടുക്കണം, ക്രിറ്റിക്കൽ തിങ്കിങ്. ഒരു ഷോപ്പിൽ നമ്മൾ ഒരു സംഗതി വാങ്ങുന്നു, എന്തുകൊണ്ട് അത് വാങ്ങുന്നു, അപ്പൊ കുട്ടികൾക്ക് അതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കണം. അപ്പൊ അതിന്റെ എവിഡൻസ്, ഉദാഹരണം ആ ഷോപ്പിൽ വില കൂടുതലാണ്, കണ്ടോ നമ്മൾ ഇന്നലെ വാങ്ങിയ ഒരു സംഗതി ഇത്ര വിലയാണ്, ഇതിന്റെ ഷോപ്പിൽ ഇത്ര വില കുറവാണ്. ഉദാഹരണം നമ്മൾ ആ കുട്ടിക്ക് ആ സംഗതി പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ കമ്പയർ പെർസ്പെക്റ്റീവ്സ്, നമ്മൾ പെർസ്പെക്റ്റീവ് പറയുന്നത് ആ കട പിന്നെ നാട്ടുമ്പുറത്തെ ഷോപ്പാണ്, അതുകൊണ്ട് വില കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണ്. ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും. കാരണം റെന്റ് കുറവായതുകൊണ്ട് ചിലപ്പോൾ സാധനത്തിന് വില കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോൾ നാട്ടുമ്പുറത്തുള്ളതാണ്, അപ്പോൾ അങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയതുകൊണ്ട് ചിലപ്പോൾ വില കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുറയാൻ സാധ്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധ്യതകളുണ്ട്. അപ്പൊ ആ പെർസ്പെക്റ്റീവ്സ് പറഞ്ഞു കൊടുക്കാം. ചലഞ്ച്, അതുകൊണ്ട് നമുക്ക് സാധനം വാങ്ങുമ്പോൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങണ്ട, ആ ഷോപ്പിൽ നിന്ന് വാങ്ങാം. കാരണം ഇതാണ്, അയാൾ ഇങ്ങനെ കൂട്ടാനുള്ള കാരണം ഇതാണ്, ഇയാൾ കൂട്ടാനുള്ള കാരണം ഇതാണ്, നമുക്ക് വാങ്ങുന്നത് ഇവിടെ നിന്നാണ്. അവസാന അസംഷൻ, നമ്മൾ തീരുമാനത്തിലെത്തുന്നു, നമ്മൾ സാധനം വാങ്ങേണ്ടത് ഇന്ന ഷോപ്പിൽ നിന്നാണ്. അവസാനം നമ്മൾ ആ ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നു, റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു ഈ ഷോപ്പിൽ ചില സാധനങ്ങൾക്ക് വില കൂടുതലാണ്, നാട്ടുമ്പുറത്തെ ഷോപ്പിൽ ചില സാധനങ്ങൾക്ക് വില കുറവാണ്. ഉദാഹരണം. അപ്പൊ തീരുമാനങ്ങൾ അതനുസരിച്ച് മാറുന്നു. ഉദാഹരണം പറഞ്ഞാട്ടോ, ഇതാണ് ക്രിറ്റിക്കൽ തിങ്കിങ്. അല്ലാതെ നേരെ പോയി വാങ്ങാൻ വരുന്നു, അപ്പൊ ചിന്തിക്കലൊന്നുമില്ല, അപ്പൊ വില കൂടുന്നതും കുറയുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യത്തിൽ സംഗതി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളെ മാരിറ്റൽ ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഉദാഹരണം, പിന്നെ ഭാര്യ നമ്മളോട് സ്ഥിരമായിട്ട് ഒരു കാര്യം പറയുന്നു, ആ ഒരു സംഗതി നമ്മൾ കേൾക്കുന്നു. അപ്പൊ അതിന്റെ എവിഡൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതിന്റെ പെർസ്പെക്റ്റീവ്സ് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പൊ അവൾ പറയുന്ന രാത്രികൾ ഇന്ന രാത്രി പ്രശ്നങ്ങളുടെ രാത്രികളിലാണ്, അല്ലെങ്കിൽ നമുക്ക് ടെൻഷനുകളുടെ രാത്രിയിലാണ്, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങളിലാണ്. നമ്മൾ ചലഞ്ച് ചെയ്യുന്നു. ഇവൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തൊക്കെ പറയുന്നു, അല്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നു. അസംഷൻസ്, നമ്മൾ തീരുമാനിക്കുന്നു ഇന്ന് ഇവള് ഹാപ്പിയാണ്, കാരണം അവൾ ഇങ്ങനെ പറഞ്ഞല്ലോ. അതാണ് കൺക്ലൂഡ് ആൻഡ് റിഫ്ലക്ട്. ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെ ഓരോ കാര്യത്തിലും ഈ ക്രിറ്റിക്കൽ തിങ്കിങ് എന്നുള്ളത് ആവശ്യമാണ്. എന്തുകൊണ്ട് 21st സെഞ്ചുറിയിൽ പ്രത്യേകിച്ചും ആവശ്യമായി എന്നുള്ളതിനാണ് ഞാൻ ആദ്യത്തെ ഉദാഹരണം പറഞ്ഞത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്കില്ല് പറയാം. ആണെങ്കിൽ ഒന്ന് എസ് അടിക്കണേ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് പറയാനുള്ളത് അവസാനത്തെ സ്കില്ലാണ്, കൊളാബറേഷൻ എന്നുള്ളതാണ്. കൊളാബറേഷൻ. ഈ കൊളാബറേഷൻ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് സ്കിൽ ഓറിയന്റഡ് ആണ്. അങ്ങനെയാണല്ലോ, എല്ലാവരും എല്ലാറ്റിലും എന്നുള്ളത് ഉണ്ടാവില്ല. ഇപ്പൊ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉണ്ടല്ലോ, MI, എല്ലാവർക്കും എല്ലാ ഇന്റലിജൻസും ഒരുപോലെ ജനത്തിൽ ഉണ്ടാവില്ല. പക്ഷെ ഏതെങ്കിലും ഇന്റലിജൻസിൽ എല്ലാവരും ഹൈ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സ്കില്ലിലൊക്കെ ഒരു വേരിയേഷൻ വരും. മനുഷ്യന്മാർക്ക് അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ കൊളാബറേഷൻ ഉണ്ടായുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാല്, ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കണം. സപ്പോസ് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കണം. അപ്പൊ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാൾ, അയാളെ നമ്മൾ ഡിസൈനിങ് ഏൽപ്പിക്കുന്നു. ആ പ്രൊഡക്റ്റിന്റെ കവർ ഡിസൈൻ ചെയ്യാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. അതുപോലെ നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ ഷേപ്പ് ഡിസൈൻ ചെയ്യാനും അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു.
പിന്നെ അതിന് വേണ്ട മിനറൽസും റോ മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പൊ അതിനൊരു കിനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ള കുറച്ച് ആളുകളുണ്ടാവും. അവരത് അങ്ങോട്ടാക്കാനും ഇങ്ങോട്ടാക്കാനും സാധനങ്ങൾ ആഡ് ചെയ്യാനൊക്കെ ഉഷാറായിരിക്കും. അവർക്ക് അവർ ജോലി കൊടുക്കുന്നു. മനസ്സിലായോ? പിന്നെ വളരെ സ്പീഡുള്ള ആളുകളുണ്ടാവും. അവർക്ക് ഇത് കട്ടിംഗ് പ്രോസസ് അവർക്ക് കൊടുക്കുന്നു. അവർ പെട്ടെന്ന് കട്ട് ചെയ്ത് അവർ മാറ്റുന്നു. അപ്പൊ അവർക്ക് ആ ഒരു സംഗതി കൊടുക്കുന്നു. പിന്നെ ഈ പേക്ക് ചെയ്ത സാധനം വളരെ ഉഷാറായിട്ട് പേക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവർക്ക് ആ ഒരു സ്കിൽ ഉണ്ടാവും. സ്പീഡ് അവർക്ക് ആ സ്കിൽ കൊടുക്കുന്നു. അങ്ങനെ ചില ആളുകൾക്ക് അതിന് എന്തെങ്കിലും എഴുതേണ്ടിരിക്കും, കൈകൊണ്ട് ഹാൻഡ് റിട്ടൺ. അപ്പൊ നല്ല കയ്യെത്തുള്ള ആളുകൾക്ക് അത് ഏൽപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ അസംബ്ലി ലൈൻ തിയറി പോലെ ഒരു സംഗതി ഇങ്ങനെ വന്നിട്ട് അവിടെ എത്തുമ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആവുന്നു. ഓരോ വിഷയത്തിലും ഏറ്റവും സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകളാണ് അതിൽ കൈവച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാ രീതിയിലും ഏറ്റവും ഉഷാറായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. ദാറ്റ് ഈസ് ദ പവർ ഓഫ് കൊളാബറേഷൻ. മനസ്സിലായോ? ഇപ്പൊ കൊളാബറേഷൻ ഉണ്ടായുള്ള ഉപകാരം, കുട്ടികൾക്ക് നമ്മളെ ശീലിപ്പിച്ചാലുള്ള ഉപകാരം, നമ്മൾക്ക് കൊളാബറേഷൻ ഉണ്ടായുള്ള ഉപകാരം വർക്ക് സ്പേസിൽ, റിലേഷൻഷിപ്പിൽ, എഡ്യൂക്കേഷനിൽ വലിയ മാറ്റങ്ങളാണ്. എഡ്യൂക്കേഷൻ ആണെങ്കിൽ കുട്ടികൾ എല്ലാവരുടെയും സ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ സ്കില്ലിലും കുട്ടികൾക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടൊരു സ്കിൽ ഉണ്ടാവും. തീരെ ഇല്ലാതിരിക്കൂല, ബാലൻസ്ഡ് ആയിട്ട് പോകും. സംതിങ് അബൌട്ട് എവറിത്തിങ് ആൻഡ് എവറിത്തിങ് അബൌട്ട് സംതിങ് എന്നുണ്ടല്ലോ. അതുപോലെ കുട്ടികൾ എല്ലാ സ്കില്ലും കുട്ടികൾ പരിചയപ്പെടും. കുറച്ചെങ്കിലും കുട്ടികൾക്ക് ആ സ്കില്ല് ലഭിക്കും. പിന്നെ ഒരു പ്രൊജക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും സ്കില്ലുകളിൽ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാ കുട്ടികൾക്കും അതിൽ ഇൻക്ലൂസിവിറ്റി, അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വരും. മനസ്സിലായോ? നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു കാര്യം ചെയ്യുമ്പോൾ കൊളാബറേഷൻ, നമ്മൾ മക്കളെയും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി വരും, അവർക്ക് ക്രിയേറ്റിവിറ്റി വരും, അവർക്ക് ക്രിറ്റിക്കൽ തിങ്കിങ് വരും, അവർ സ്കില്ലുകൾ പഠിക്കും. മാത്രമല്ല ഷെയർഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് നല്ലൊരു ക്വാളിറ്റി ടൈമായി മാറും. വർക്ക് സ്പേസിലാണെന്നുണ്ടെങ്കിൽ കൊളാബറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഏറ്റവും സൂപ്പറായ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇവരുടെ അടിയിൽ ഹാർമോണിയം, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. എല്ലാവർക്കും അവരവരുടെ സ്കില്ലുകൾ എക്സിബിറ്റ് ചെയ്യാൻ കഴിയും. എല്ലാവർക്കും നല്ല സാലറി ഹൈക്കും ലഭിക്കും. എല്ലാവരും നല്ല പ്രൊഡക്റ്റീവ് ആവും. മാത്രമല്ല എല്ലാവരുടെയും സ്കില്ലുകൾ, മറ്റുള്ളവരുടെ സ്കില്ലുകൾ ഇവർക്ക് പകർത്താനും പഠിക്കാനും കഴിയും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് കൊളാബറേഷൻ. അതുകൊണ്ട് കൊളാബറേഷൻ എന്നുള്ളത് എങ്ങനെയാണ് ഈ ഒരു സ്കില്ല് എന്താണ് നമ്മുടെ ഔട്ട്കം, നമ്മൾ എന്തിനാണ് കൊളാബ് ചെയ്യുന്നത് എന്നുള്ള ആദ്യം ആലോചിക്കുക. എന്തിനാണ് നമ്മുടെ ഗോൾ എന്താണ് നമുക്ക് ലഭിക്കേണ്ടത്? ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു ബിൽഡിംഗ്, കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കണം. അപ്പൊ അതിന് ബിൽഡിംഗ് ഉണ്ടാക്കണമല്ലോ, അപ്പൊ എന്തിന് കൊളാബറേഷൻ വേണം. അപ്പൊ നമുക്ക് ലോകത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല എഞ്ചിനീയേഴ്സ്, അവരോട് നമുക്ക് കൊളാബ് ചെയ്യണം. ഏറ്റവും നല്ല കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള കമ്പനിയോട് കൊളാബ് ചെയ്യണം. ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഉള്ള കമ്പനികളോട് നമുക്ക് കൊളാബ് ചെയ്യണം. ഏറ്റവും നല്ല മെഷീനറീസ് ഉള്ള ടീമിനോട് നമുക്ക് കൊളാബ് ചെയ്യണം. അങ്ങനെ ലോകത്ത് തന്നെ ഏറ്റവും നല്ല ടോപ്പ് ടീമുകളോട് കൊളാബ് ചെയ്യുമ്പോൾ ലോകത്തെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ കഴിയുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മുടെ പേർപ്പസ് എന്താ മനസ്സിലാക്കണം. വീട്ടിലൊരു ഫംഗ്ഷൻ ആണ്, ആ ഫംഗ്ഷൻ ആണ് നടത്തുന്നത്. അപ്പൊ നമ്മൾ കൊളാബ് ചെയ്യണം. അപ്പൊ അമ്മാവനെ വിളിക്കേണ്ടി വരും, അമ്മാവർക്ക് റോൾ കൊടുക്കേണ്ടി വരും. അമ്മോശന്മാരെ വിളിക്കേണ്ടി വരും, അവർക്ക് റോൾ കൊടുക്കേണ്ടി വരും. ഉമ്മാർക്ക് റോൾ കൊടുക്കേണ്ടി വരും, മക്കൾക്ക് വേറെ കുറച്ച് റോൾ കൊടുക്കേണ്ടി വരും. എല്ലാവർക്കും റോൾ കൊടുക്കുന്നു, എല്ലാവരും വൃത്തിയായിട്ട് ചെയ്യുന്നു, ഫംഗ്ഷൻ കെങ്കേമമാവുന്നു. അതുകൊണ്ട് എല്ലാവരും അതിന്റെ ഭാഗമാവുന്നു, എല്ലാവരും റെസ്പോൺസിബിലിറ്റി പഠിക്കുന്നു, എല്ലാവരും അവരവരുടേതായ സ്കില്ലുകൾ അതിൽ എക്സിബിറ്റ് ചെയ്യുന്നു. സ്കൂളുകളാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുക്കുന്നു, പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പ്ലേ ബേസ്ഡ് ലേണിംഗ് കൊടുക്കുന്നു. മക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുക്കുന്നു, മക്കൾ എല്ലാവരും അത് ചെയ്യുന്നു. എല്ലാവരുടെയും കളക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് പുറത്തു വരുന്നു. അപ്പൊ മക്കൾ കൊളാബറേഷൻസ്, അതിലൂടെ സ്കില്ലുകൾ ലഭിക്കുന്നു, സ്കില്ലുകൾ കൈമാറുന്നു, കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നു, ക്രിയേറ്റിവിറ്റി പഠിക്കുന്നു, എല്ലാം പഠിക്കുന്നു, റെസ്പോൺസിബിൾ ആവുന്നു, പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, ടൈം മാനേജ്മെന്റ് പഠിക്കുന്നു. അപ്പൊ ക്ലാരിഫൈ ഗോൾസ്. ആദ്യം ഗോൾ എന്താണ് എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. 2, കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി. നമ്മുടെ ഗോൾ ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ ടീംസിനോട് സംഗതി ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഗോൾ, അത് കൃത്യമായിരിക്കണം. 3, കോർഡിനേറ്റ് എഫേർട്സ്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയാലും പിന്നെ എല്ലാവർക്കും ചെയ്യേണ്ടത് എന്താണെന്ന് കിട്ടി. പിന്നെ ഓരോരുത്തരുടെയും എഫേർട്സിനെ എന്ത് ചെയ്യണം, അത് നമ്മൾ കോർഡിനേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നാൾ ചെയ്തത്, ഉദാഹരണം ഒരു ബൊക്ക ഉണ്ടാക്കണം, ഇങ്ങനെ പൂവ് കൊണ്ടുവരുന്ന ഒരാൾ. രണ്ടാമത്തെ ആള് പൂവുകൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിസൈൻ രൂപത്തിൽ ഡിസൈനാക്കി കട്ട് ചെയ്യുന്നു. മൂന്നാമത്തെ ആള് അത് റാപ്പ് ചെയ്യുന്നു. നാലാമത്തെ ആള് അതിനെ ബൈൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് റോപ്പിന് കയറോ അല്ലെങ്കിൽ നൂലൊക്കെ ഇട്ട് ചെയ്യുന്നു. അടുത്ത ആള് അതിന് മറ്റു ഫ്ലവറും മറ്റു സംഗതികളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നു, ഉദാഹരണം. അപ്പോ ഈ എഫേർട്ടുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു. നാലാമത്തതാണ് കൾട്ടിവേറ്റ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. ബന്ധങ്ങളെ എന്ത് ചെയ്യുന്നു, കൾട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബന്ധം, ഒരു ട്രസ്റ്റ് നമ്മൾ നിലനിർത്തേണ്ടി വരും. കാരണം ആ ട്രസ്റ്റിന്റെ അടിയിലാണ് വീണു പോയാൽ പിന്നെ അത് മൊത്തം കൊളായി, അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ബന്ധങ്ങളെ നിലനിർത്താൻ ഒരു വിശ്വാസം വേണം. ഡേറ്റ് പറഞ്ഞിട്ട് ഡേറ്റിൽ പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയണം, സമയം പറഞ്ഞ സമയത്ത് നമ്മൾ അവിടെ എത്തണം. ഇങ്ങനെയുള്ള ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാനുള്ള സംഗതികൾ, അപ്പോൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും നമ്മൾ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. 5ാമതായിട്ടുള്ളത് ചെക്ക് പ്രോഗ്രസ് എന്നുള്ളതാണ്. നമ്മൾ സംഗതി ചെയ്തിട്ടുണ്ട്, അത് ആയിട്ടുണ്ടോ, ആ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, ഫംഗ്ഷൻ തീർന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ആ ചെക്കിങ്ങിൽ റിഫ്ലക്ഷൻ കൂടി വരണം.
ഓക്കെ, ഇതാണ് കൊളാബറേഷന്റെ സ്റ്റെപ്പുകൾ. ക്ലാരിഫൈ ഗോൾസ്, കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി, പിന്നെ കോർഡിനേറ്റ് എഫേർട്സ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൾട്ടിവേറ്റ് റിലേഷൻഷിപ്പ്. കാരണം ഇത് കലാകാലം ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് എന്നുള്ള സംഗതി അത്യാവശ്യമാണ്. അപ്പൊ ഈ ബന്ധം എന്നുള്ളത് ഈ നമ്മളെ പ്രൊജക്ട് കഴിഞ്ഞാലും ആ ഒരു ബന്ധം കുട്ടികൾക്ക് ഒരു ബന്ധം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ. ആ ബന്ധം പിന്നെ കാലകാലം നിലനിർത്താൻ കഴിയണം എന്നുള്ളതാണ്. അവസാനം ചെക്ക് ദി പ്രോഗ്രസ്. ഇതാണ് കൊളാബറേഷൻ എന്നുള്ള സ്കില്ല്. അപ്പൊ പുതിയ കാലത്ത് ഇപ്പൊ AI ഉണ്ട്. അപ്പൊ AI-നോട് നമുക്ക് കൊളാബ് ചെയ്യാൻ പറ്റും ചില വിഷയങ്ങളിൽ. കാരണം ടീച്ചിങ്ങുമായി ബന്ധപ്പെടുമ്പോൾ ചിലത് മാത്രം നമ്മൾ ചെയ്താൽ മതി, ബാക്കി AI-നോട് AI ചെയ്തുതരും. അപ്പൊ നമ്മുടെ ഗോൾ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ അത് AI-നോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. AI-നോട് പറഞ്ഞാൽ AI കുറെ സംഗതി നമുക്ക് തരും. മനസ്സിലായോ? പിന്നെ കൾട്ടിവേറ്റ് റിലേഷൻഷിപ്പ്. AI ആയതുകൊണ്ട് പിന്നെ അതിൽ ട്രസ്റ്റ് മറ്റു കാര്യങ്ങൾ എന്നുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഉണ്ട് താനും അതിലുണ്ടല്ലോ അതിൻ്റെതായത്. പിന്നെ ചെക്ക് പ്രോഗ്രസ്. ഉദാഹരണം പറഞ്ഞാട്ടോ, അങ്ങനെ ഓരോ മേഖലയും മക്കളോടാണെങ്കിൽ മക്കളുമായി നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതിലെ ക്ലാരിഫൈ ഗോൾസ്. എന്റെ ഗോൾ ഇതാണ്, എനിക്ക് ഇങ്ങനെ പഠിക്കണം, എന്റെ സംഗതിയിൽ എത്തണം, നിങ്ങൾ ഇന്ന് സഹായിക്കണം. അപ്പോൾ ഒരു ഗോൾ ഉണ്ടാവുന്നു. ആ ഗോള് ഭർത്താവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ അവർ രണ്ടുപേരും എഫർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ജോബിന് പോകുമ്പോൾ കുറച്ച് നേരത്തെ പോവാം, ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാം, എനിക്ക് അവിടെ പഠിക്കാം, എന്നിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ആ ഭാര്യ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു സംഗതി ഭർത്താവ് ചെയ്തിരുന്ന ഒരു കാര്യത്തിന് ചൂഷണം ചെയ്യാതിരിക്കുന്നു. പിന്നെ വളരെ വിശ്വാസത്തോടു കൂടി തന്നെ പഠിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അങ്ങനെ ഹാപ്പി ആവുന്നു. പിന്നെ അവർ നന്നായിട്ട് പഠിക്കുന്നു, അവൾ ഡിഗ്രി നേടുന്നു, PG നേടുന്നു, അവൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നു. ഉദാഹരണം. അപ്പൊ ഇതാണ് കൊളാബറേഷൻ. അപ്പൊ ഇത് ലൈഫിൽ മൊത്തത്തിൽ വേണ്ട ഒരു സംഗതിയാണ്. വിശിഷ്യ ഈ ഒരു പുതിയ കാലത്ത് എല്ലാവരും ഇങ്ങനെ അടങ്ങിക്കൂടിയിരിക്കുന്ന കാലത്ത് നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ്. നമ്മുടെ മക്കൾക്കും ഈ ഒരു സംഗതി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇതിനാണ് അതിന്റെ സ്റ്റേജ്, സ്ട്രാറ്റജീസ്, സ്റ്റെപ്പുകൾ എന്നുള്ളത് ഇതാണ്. അപ്പൊ ഇതാണ് 4 പ്രധാനപ്പെട്ട 21st സെഞ്ചുറി സ്കില്ലുകൾ. ഒരുപാട് സ്കില്ലുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട സ്കില്ലുകളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. വിശിഷ്യ ലേണിംഗുമായി ബന്ധപ്പെട്ട, ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട, വർക്ക് സ്പേസുമായി ബന്ധപ്പെട്ട. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. 8 മിനിറ്റ് സമയം കൂടി നമുക്ക് ബാക്കിയുണ്ട്. സംശയങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും കമന്റ് ബോക്സ് ഉപയോഗപ്പെടുത്തുക. നമുക്കൊരു 8 മിനിറ്റ്സ് റിമൈനിങ് ഉണ്ട്. അപ്പോ ഉപയോഗപ്പെടുത്തിയിട്ട് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ.